നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ്. ദേശീയ പണിമുടക്ക്, ദീർഘദൂര യാത്രക്കാർ വലഞ്ഞു. 2025 ജൂലൈ 9 രാജ്യത്ത് നടപ്പാക്കിയ ദേശീയ പണിമുടക്ക് ദീർഘദൂര യാത്രക്കാരെ ഏറെ വലയിച്ചു. രാജ്യത്തിനുടനീളം വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പണിമുടക്കിന്റെ പശ്ചാത്തലത്തിൽ ട്രെയിനുകളും ബസ്സുകളും വ്യാപകമായി റദ്ദാക്കപ്പെട്ടതും തടസ്സപ്പെട്ടതും യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കി. പണിമുടക്കിനിടെ നിരവധി ട്രെയിനുകൾ പാളം തടഞ്ഞ് പണിമുടക്കുകാർ ഉപരോധിച്ചതിനാൽ യാത്രക്കാർ പല സ്റ്റേഷനുകളിലും കുടുങ്ങിപ്പോയി. പ്രത്യേകിച്ച് ഈസ്റ്റ് കോസ്റ്റ്, സെൻട്രൽ റെയിൽവേ, സൗത്ത് ഈസ്റ്റ് റെയിൽവേ മേഖലകളിൽ പല ട്രെയിനുകളും മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി. കുടുംബങ്ങളോടെയും കുട്ടികളോടും യാത്ര ചെയ്തവർക്ക് ഏറെ ബുദ്ധിമുട്ട് നേരിട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ പലരും നിലവിളിച്ചു. ചിലർ സ്റ്റേഷനുകളിൽ ഉറങ്ങിക്കഴിഞ്ഞു. KSRTC, APSRTC, TNSTC തുടങ്ങിയ സർക്കാരിന്റെ ബസ് സർവീസുകൾ പണിമുടക്കിന്റെ ഭാഗമായി നിർത്തിവെക്കപ്പെട്ടു. ദീർഘദൂര ബസ് യാത്രകൾ കൊച്ചി, ബംഗളൂരു, തിരുവനന്തപുരം, ചെന്നൈ, ഹൈദരാബാദ്, കൊല്ലം തുടങ്ങിയവ കൃത്യസമയത്ത് നടത്താൻ കഴിഞ്ഞില്ല. പല യാത്രക്കാരും ഹോട്ടലുകളിലും ബസ് സ്റ്റാൻഡുകളിലും കഴിയേണ്ടി വന്നു. സ്വകാര്യ ബസ്സുകളും സുരക്ഷാ ഭീഷണിയെ മുൻനിർത്തി സർവീസ് നിർത്തിയതോടെ യാത്രക്കാർ ബദൽ മാർഗങ്ങളില്ലാതെ മടക്കം പോകേണ്ടി വന്നു. അടുത്ത വിമാനത്താവളങ്ങളിലേക്ക് എത്താൻ യാത്ര തടസ്സപ്പെട്ടതുകൊണ്ട് പല വിമാനയാത്രകളും യാത്രക്കാരെ നഷ്ടമായി. നിരവധി യാത്രക്കാർ ടിക്കറ്റ് റദ്ദാക്കൽ ഫീസുകൾ അടച്ചാണ് യാത്രകൾ ഉപേക്ഷിച്ചത്. എയർലൈൻസുകൾ യാത്രക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എല്ലായിടത്തും വിജയിക്കാനായില്ല. പലയിടങ്ങളിലും പണിമുടക്കിന്റെ വിവരങ്ങൾ പൂർണ്ണമായി പുറത്തുവരാതിരുന്നതും യാത്രയ്ക്കിടെ അതറിയുന്നതും വലിയ പ്രശ്നമാകുകയായിരുന്നു. യാത്രക്കാർ യാത്രയ്ക്ക് മുൻപ് റെയിൽവേ, KSRTC അഥവാ ട്രാൻസ്പോർട്ട് വകുപ്പിന്റെ വെബ്സൈറ്റുകൾ പരിശോധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും പ്രാദേശികമായ പ്രതിഷേധങ്ങളും പാലം തടയലുകളും മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല. ദേശീയ പണിമുടക്ക് ജനാധിപത്യാവകാശമാണെന്നുറച്ച് പലരും പിന്തുണച്ചെങ്കിലും യാത്രക്കാർക്ക് മുൻകൂട്ടി അറിയിക്കാതെ തടസ്സങ്ങൾ ഒഴിവാക്കാനുള്ള സുരക്ഷാ മാർഗങ്ങളില്ലാതെ കൊണ്ടുപോയതിൽ പ്രതിഷേധമുയർന്നു. വൈദ്യപരമായ അടിയന്തരാവസ്ഥയിലും വിദേശത്തേക്ക് പോകുന്നവർക്ക് പ്രത്യേകിച്ച് ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടായി. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.